കോവിലകം തറവാട്ടിൽ ഒരു വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധവമേനോന്റെയും ശ്യാമളയുടെയും മൂത്ത മകനായ കിരണിന്റെ. അവൻ ഒരു ഡോക്ടറാണ്, അവരുടെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ. കിരൺ തന്റെ സുഹൃത്തുക്കളുമൊത്ത് സന്തോഷത്തോടെ ഒരുക്കത്തിലായിരുന്നു. എന്നാൽ ആ വീട്ടിലെ മറ്റുള്ളവരുടെ മനസ്സിൽ മുഴുവൻ വേദനയായിരുന്നു. മാധവമേനോൻ ഉമ്മറത്ത് നിൽക്കുമ്പോഴാണ് ശ്യാമള അങ്ങോട്ട് വന്നത്. "നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കണോ? അകത്ത് എല്ലാവരുമുണ്ട്." "പറ്റുന്നില്ല ശ്യാമളെ." ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണീര് വീഴ്ത്തിയാണ് ഈ വിവാഹം ഇന്നിവിടെ നടക്കുന്നത്. ശ്യാമളയും കണ്ണീരോടെ നിന്നു. "ശ്രീകുട്ടി എവിടെ?" "അടുക്കളയിലുണ്ട്." അയാളൊന്ന് മൂളി. "ഒരുങ്ങി ഇറങ്ങാൻ പറ അവളോട്. അവളെ വേണ്ടാത്തവനെ അവൾക്കും വേണ്ട. ഞാൻ വാങ്ങിത്തന്ന ആ സാരി അവൾക്ക് കൊടുക്കൂ. അതൊടുത്തു വേണം അവൾ അവിടെ എത്താൻ." മാധവമേനോന്റെ സുഹൃത്ത് മുരളിയുടെ മകളാണ് ശ്രീലക്ഷ്മി എന്ന ശ്രീകുട്ടി. ചെറുപ്പത്തിൽ കടം കയറി മുരളിയും ഭാര്യയും ആത്മഹത്യ ചെയ്തു. മാധവമേനോൻ ആ കുഞ്ഞിനെ എടുത്തു വളർത്തി. മാധവന് 2 മക്കളാണ്. മൂത്തവൻ കിരൺ, രണ്ടാമത്തവൻ കാശിനാഥ്. കാശി ബിസിനസ്സുമായി പുറത്താണുള്ളത്. ചെറുപ്പം മുതൽ പറഞ്ഞു വെച്ചതായിരുന്നു ശ്രീകുട്ടി കിരണിനുള്ളതാണെന്ന്. വളർന്നു വലുതായപ്പോഴും അവർക്കുള്ളിൽ ആ ഇഷ്ടം ഉണ്ടായിരുന്നു. ശ്രീകുട്ടിക്ക് നൃത്തത്തോടായിരുന്നു താല്പര്യം. കിരൺ പഠനം പൂർത്തിയാക്കി ഹോസ്പിറ്റലിൽ ചേർന്നതിനു ശേഷമാണ് അവനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. കൂടെ വർക്ക് ചെയ്യുന്ന മായ എന്ന പെൺകുട്ടിയുമായി അവൻ അടുപ്പത്തിലായി. ശ്രീകുട്ടിയെ അവൻ മനഃപൂർവ്വം മറന്നു. വീട്ടിൽ മായയുടെ കാര്യം പറഞ്ഞപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായി. ശ്രീകുട്ടി ആകെ തകർന്നു. എന്നാൽ കിരണിന് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അങ്ങനെ അവന്റെ നിർബന്ധത്തിൽ കിരണിന്റെയും മായയുടെയും വിവാഹം നടക്കാൻ പോകുന്നു. "ശ്രീകുട്ടി, എന്താ ശ്യാമമ്മേ, നീ എന്താ ചെയ്യണേ?" "ഞാൻ ചായ ഉണ്ടാക്കുക, വരുന്നവർക്ക് കൊടുക്കാൻ." "നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. പോയി അച്ഛൻ നിനക്ക് വാങ്ങിത്തന്ന സാരി ഉടുത്തു വാ." "ഞാൻ വരുന്നില്ല ശ്യാമമ്മേ." "അതെന്താ? നീ ഉണ്ടാവണം ഞങ്ങളുടെ കൂടെ. പോയി റെഡിയായി വാ." അവർ അവളെ നിർബന്ധിച്ചു. കല്യാണ മണ്ഡപത്തിൽ എല്ലാവരും എത്തിച്ചേർന്നു. മാധവന്റെയും ശ്യാമളയുടെയും അരികിൽ ശ്രീകുട്ടി നിന്നു. മനസ്സിൽ ഒരു കടലിരമ്പുന്നുണ്ട്. പക്ഷേ അതൊന്നും അവളുടെ മുഖത്ത് പ്രകടമായിരുന്നില്ല. മായ സർവാഭരണ വിഭൂഷിതയായി മണ്ഡപത്തിലെത്തി. കിരൺ ചെറിയ അഹങ്കാരത്തോടെ അവളെ താലി ചാർത്തി. താലികെട്ടൽ കഴിഞ്ഞ ഉടനെ മാധവൻ സ്റ്റേജിലേക്ക് കയറി. "എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് ഇവിടെ ഒരു വിവാഹം കൂടി നടക്കാൻ പോവുകയാണ്. എൻ്റെ 2ാമത്തെ മകൻ കാശിയുടെ." ആ നിമിഷമാണ് കാശി അങ്ങോട്ട് വന്നത്. കട്ടത്താടിയും ജിം ബോഡിയുമായി വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് ഒരു രാജാവിനെ പോലെ അവൻ സ്റ്റേജിലെത്തി. എല്ലാവരും വധുവിനായി കാത്തിരുന്നു. കിരണും ഞെട്ടി നിൽക്കുകയാണ്. ഇങ്ങനെയൊന്ന് അവനും പ്രതീക്ഷിച്ചിട്ടില്ല. മാധവൻ ശ്രീകുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. "ഇതാണ് വധു." ശ്രീകുട്ടി ഞെട്ടിപ്പോയി. "അച്ഛാ, ഞാൻ..." "ഒന്നും പറയരുത്. ഇതാണ് ഈ അച്ഛൻ്റെ തീരുമാനം." അയാൾ അവളെ പിടിച്ച് കാശിയുടെ അരികിലിരുത്തി. കാശി യാതൊരു ഭാവമാറ്റവുമില്ലാതെ ശ്രീകുട്ടിയെ താലി ചാർത്തി. കുങ്കുമം തൊട്ടപ്പോൾ അവൾ അറിയാതെ കണ്ണടച്ചു. താലികെട്ട് കഴിഞ്ഞ് കാശി ശ്രീകുട്ടിയെയും കൂട്ടി അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കിരണിന്റെ ഞെട്ടൽ മാറിയിരുന്നില്ല. അച്ഛനും അമ്മയും തന്നെ തോൽപ്പിക്കാനാണ് ഇത് ചെയ്തതെന്ന് അവന് മനസ്സിലായി. ശ്രീകുട്ടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇതെന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അപ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്നത്. "മോളെ, നിന്നെ ഞങ്ങൾക്ക് ഒറ്റപ്പെടുത്താനാവുമോ?" അച്ഛനാണ് കാശിയോട് വിവരം പറഞ്ഞത്. "ചേട്ടൻ ചെയ്ത ചതിക്ക് അവൻ്റെ ജീവിതമാണ് നിനക്ക് തന്നിരിക്കുന്നത്. പാവമാണ് കാശി. കുറച്ച് സമയമെടുത്താലും നിങ്ങൾ സന്തോഷമായി ജീവിക്കും. എനിക്കുറപ്പുണ്ട്." അന്നു രാത്രി ഓരോ ഗ്ലാസ് പാൽ മായയുടെയും ശ്രീകുട്ടിയുടെയും കയ്യിൽ ശ്യാമള കൊടുത്തു. എന്നാൽ മായയ്ക്ക് പാൽ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് അവൾ അതെടുത്തില്ല. ശ്രീകുട്ടി പാലുമായി കാശിയുടെ മുറിയിലെത്തി. "ആ വാതിൽ അടച്ചേക്കൂ ശ്രീകുട്ടി." അവൾ വേഗം വാതിലടച്ച് പാൽ മേശപ്പുറത്ത് വെച്ചു. കാശി ലാപ്ടോപ്പ് അടച്ചു വെച്ച് അവളുടെ അരികിൽ വന്നു. "കഴിഞ്ഞുപോയ കാര്യങ്ങളോർത്ത് ജീവിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഇത്രയും കാലം നിന്നെ ഞാൻ കണ്ടത് എൻ്റെ ഏടത്തിയമ്മയുടെ സ്ഥാനത്താണ്. ഇന്നു മുതൽ നീ എൻ്റെ ഭാര്യയാണ്. ഇതായിരിക്കും വിധി. കാത്തിരിക്കാം നമുക്ക്. എല്ലാം മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ." അവൾക്കത് കേട്ടപ്പോൾ ആശ്വാസമായി. "താൻ കിടന്നോളൂ, എനിക്ക് അല്പം വർക്കുണ്ട്." അവൾ തലയാട്ടിക്കൊണ്ട് ബെഡിൽ പോയി കിടന്നു. പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ ശ്രീകുട്ടി എണീറ്റിരുന്നു. കുളി കഴിഞ്ഞ് വന്നപ്പോൾ കാശി വർക്കൗട്ട് കഴിഞ്ഞ് വരികയായിരുന്നു. ശ്രീകുട്ടിയെ കണ്ടപ്പോൾ അവനൊന്ന് ചിരിച്ചു. "ശ്രീകുട്ടി, എനിക്കൊരു കോഫി കിട്ടുമോ?" "ഇപ്പൊ കൊണ്ടുവരാം." അവൾ താഴേക്ക് പോയി. അപ്പോഴാണ് മുകളിലേക്ക് വരുന്ന കിരണിനെ അവൾ കണ്ടത്. അവൾ അവനെ ശ്രദ്ധിക്കാതെ താഴേക്ക് പോയി. ഒരു നിമിഷം കിരൺ അവളെ നോക്കി നിന്നു. തനിക്ക് തെറ്റുപറ്റിയോ? കാരണം ഇന്നലെ രാത്രിയിലുണ്ടായ മായയുടെ പെരുമാറ്റം. റൂമിൽ വെച്ച് അവൾ മദ്യപിച്ച കാര്യങ്ങളെല്ലാം ഓർത്തപ്പോൾ അവന് ദേഷ്യം വന്നു. ഇത്രയും നാൾ കണ്ട മായയല്ല എന്നൊരു തോന്നൽ. റൂമിൽ ചെന്നപ്പോൾ അവൾ എഴുന്നേറ്റിട്ടില്ല.
ശ്രീകുട്ടി കാശിക്കുള്ള കോഫി കൊണ്ടുകൊടുത്തു. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനായി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. ശ്രീകുട്ടി അച്ഛനും കാശിക്കും വിളമ്പിക്കൊടുത്തപ്പോൾ അവൾക്കുള്ളത് മാത്രം എടുത്തു കഴിച്ചു. കിരൺ ഒരു നിമിഷം അവളെ നോക്കി ആഹാരം എടുത്തു കഴിച്ചു. കാശി ഓഫീസിലേക്ക് പോയി. കിരണും മായയും ഹണിമൂൺ ട്രിപ്പിനായി തിരിച്ചു. വൈകിട്ട് വീട്ടിലെത്തിയ കാശി ശ്രീകുട്ടിയോട് ഒരു കാര്യം പറഞ്ഞു. തനിക്ക് എൻ്റെ വക ഒരു ചെറിയ സമ്മാനമുണ്ട്. എന്താ അത്? വെയിറ്റ് മോളെ, സർപ്രൈസാണ്. കുട്ടിക്ക് സന്തോഷം തോന്നി. തന്നോടുള്ള കാശിയുടെ സമീപനം അവളുടെ ഉള്ളിലുള്ള വേദനകളെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. ശ്രീകുട്ടിയെ കൂട്ടി അമ്പലത്തിലും സിനിമയ്ക്കും എല്ലാം അവൻ പോയി. അതേസമയം കിരൺ മായയുമായി ഹണിമൂൺ ആഘോഷിച്ച് തിരിച്ചെത്തി. അവർ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. ശ്രീകുട്ടി കാശിയുമായി കൂടുതൽ അടുത്തു. ആ സമയത്താണ് കിരണിൻ്റെ ജീവിതത്തിൽ ചില വിള്ളലുകൾ വീണത്. മായയ്ക്ക് വരുന്ന ചില കോളുകൾ, മെസ്സേജുകൾ കിരൺ ശ്രദ്ധിക്കുകയും അവൾക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അത് ചോദ്യം ചെയ്തപ്പോൾ മായ അവനെ ഉപേക്ഷിച്ചു പോയി. ഡൈവോഴ്സ് കേസുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. എന്നാൽ ഇതൊന്നും കാശിയും ശ്രീകുട്ടിയും ശ്രദ്ധിച്ചില്ല. അച്ഛനും അമ്മയ്ക്കും വിഷമം തോന്നിയെങ്കിലും അത് അവനുള്ള ശിക്ഷയാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഇന്ന് ശ്രീകുട്ടിയുടെ ഡാൻസ് സ്കൂളിൻ്റെ ഉദ്ഘാടനമാണ്. അവളുടെ കാശിയേട്ടൻ അവൾക്ക് നൽകിയ സമ്മാനം. അച്ഛനും അമ്മയും അവരോടൊപ്പമുണ്ട്. കിരൺ ഇപ്പോൾ വിദേശത്താണ്. ചെയ്ത തെറ്റ് ബോധ്യമായപ്പോൾ ഇനി അവരുടെ ഇടയിൽ താൻ വേണ്ട എന്ന ബോധ്യം അവനെ അവിടെ എത്തിച്ചു. കാശിയും ശ്രീകുട്ടിയും ഇപ്പോൾ ഡബിൾ ഹാപ്പിയാണ്. കാരണം അവർക്കിടയിലേക്ക് ഒരാൾ കൂടെ വരാൻ പോകുന്നു. ശ്രീകുട്ടി മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു, ഈ സന്തോഷത്തോടെയുള്ള ജീവിതം തനിക്ക് തന്നതിന്. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.